അട്ടിമറിക്കാനാണോ നീക്കം എന്നുള്ളതാണ്. നമ്മൾ ഉത്തരേന്ത്യൻ മോഡലിൽ കണ്ടിട്ടുണ്ട്. മസിൽ പവർ, മണി പവർ, മീഡിയ പവർ ഇത്രയും ഉപയോഗിച്ച് രാഷ്ട്രീയത്തെ വിലക്കെടുക്കുന്ന ഉത്തരേന്ത്യൻ ശൈലി തന്നെയാണ് പാലക്കാട്ടും പയറ്റാൻ ശ്രമിച്ചത്. കാലങ്ങളായിട്ടുള്ള ശ്രമമാണ്. ലൈസ്, ഡാം ലൈസ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊരു പ്രയോഗമുണ്ട്. കള്ളം, പച്ചക്കള്ളം സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് പറയുന്നതാണ്. അതൊന്നും മാറ്റിവെച്ചാൽ ലൈസ്, ഡാം ലൈസ്, ശോഭാ സുരേന്ദ്രൻ എന്ന് പറയേണ്ടി വരും. ഇന്നത്തെ ബൈറ്റുകൾ അത്രമേൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചളുപ്പുണ്ടാക്കിയ കാര്യമാണ്. ചില ബൈറ്റുകൾ വരുന്ന സമയത്ത് നമുക്ക് ചളുപ്പുണ്ടല്ലോ, എന്ത് ഇങ്ങനെ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ ചളുപ്പുണ്ടാക്കിയതാണ്. മുഖത്ത് നോക്കി കള്ളം പറയാൻ ഒരറപ്പുമില്ലാത്ത മനുഷ്യരെ കാണുന്നുണ്ടെങ്കിൽ അത് ഇന്നത്തെ ബൈറ്റിൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് കേൾക്കണം. എത്ര കൃത്യമായിട്ടാണ് അവർ പറഞ്ഞു വയ്ക്കുന്നതിനെ ദൃശ്യം ആ നിമിഷം തന്നെ പൊളിച്ചെടുക്കുന്നുണ്ട്. എൻ്റെ നിഴലാണെന്നാണ് പറയുന്നത്. നിഴലിനെ നമ്മൾ പുറത്തു വിട്ടു. വെളുത്ത സാരിയും നല്ല വെളുത്ത ചുരിദാറും മുല്ലപ്പൂവും വെച്ച നിഴലോ, ഒന്നുകിൽ അതൊരു മറ്റെന്തോ നിഴലാവാനാണ് സാധ്യത. എന്ത് നിഴലാണെന്നാണ് കേട്ടത്? അതെ, നിഴലാണ്, ആർത്ഥത്തിലൊരു നിഴലാണ്. പക്ഷെ നോക്കൂ, വെളുത്ത ചുരിദാറിട്ട മുല്ലപ്പൂ വെച്ചൊരു നിഴൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. സാധാരണ യക്ഷി പ്രേത കഥകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ മുല്ലപ്പൂവൊക്കെ വെച്ചിരുന്ന രൂപങ്ങൾ, അല്ലേ? പക്ഷെ ഇതൊരു നിഴൽ, വെള്ള ചുരിദാറെടുത്ത മുല്ലപ്പൂ വെച്ച നിഴൽ ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടും അവരത് സമ്മതിക്കുന്നില്ല. എന്നിട്ട് ആ ദൃശ്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാതെ പോയിട്ട് വാർത്താ സമ്മേളനത്തിൽ പോയി പൂർണ്ണമായിട്ടും പൊളിഞ്ഞു നിൽക്കുന്ന ശോഭാ സുരേന്ദ്രനെയല്ലേ നമ്മൾ കണ്ടത്. എന്നിട്ടും അവർ ആവർത്തിച്ച് ചോദിക്കുക, ആ ദൃശ്യങ്ങൾ പുറത്തുവിടൂ. എന്തൊരു കോൺഫിഡൻസ് ആണ് മധു ഈ സ്ത്രീക്ക് എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങൾ പുറത്തുവിടും. ആ ദൃശ്യങ്ങൾ നമ്മൾ ഒന്നേറിലുണ്ട്, ഇതുവരെ അറിയുന്നില്ല. ആ ദൃശ്യങ്ങൾ ആ സമയത്ത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. ആ ദൃശ്യങ്ങൾ പുറത്തുവിടൂ, എൻ്റെ ഈ കാറിൽ കയറിയ ദൃശ്യങ്ങൾ. രണ്ടാമത് പറയാണ്, ഇന്നത്തെ ദിവസം ഞാനും പ്രമീള ശശിധരനും മാത്രമേ ഈ കാറിൽ കയറിയിട്ടുള്ളൂ എന്ന്. ആ കാറിൻ്റെ പുറകിൽ നിന്ന് മാറുന്ന മാത്രമല്ല, ശോഭാ സുരേന്ദ്രൻ അടയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ പുറത്തു വരുമെന്ന് ഭയന്ന് അപ്പൊ ഇറങ്ങാതിരിക്കാൻ വേണ്ടി അങ്ങോട്ട് ഉള്ളിലേക്ക് കയറ്റുന്നുണ്ട്. ഇതെല്ലാം ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ ശോഭാ സുരേന്ദ്രൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നത്തെ ദിവസം എന്തായാലും കണ്ണാടിയിലെ ദേവു എന്ന് പറയുന്ന വല്യമ്മയ്ക്ക് ഒരു കൊച്ചുമോളെ കിട്ടി. മഹാരാഷ്ട്രയിൽ നിന്നുള്ളൊരു കൊച്ചുമോള്, സിമി സജീവ് എന്നാണ് പേര്. അങ്ങനെ സിമി സജീവിൻ്റെ വല്യമ്മയായിട്ട് ദേവു മാറിയ ദിവസം കൂടിയാണിന്ന്. ആരാണ് ദേവു, ആരാണ് സിമി എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർ നോക്കൂ. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ചളുപ്പുണ്ടാക്കിയ ഒരു കാര്യമാണ് എന്നുള്ളതാണ്. പക്ഷേ അതിൽ അടങ്ങിയിരിക്കുന്ന പ്രശ്നം എന്താ? ആ ധാർഷ്ട്യവും കോൺഫിഡൻസുമാണ് എന്നെ ഭയപ്പെടുത്തുന്നത്. ഇത്രയും കളവ് പറഞ്ഞാലും പിടിക്കപ്പെടില്ലെന്നുള്ളൊരു കോൺഫിഡൻസ് എങ്ങനെയാണ് ശോഭാ സുരേന്ദ്രന് വന്നത്? എന്നിട്ട് പറയാണ്, ഇവര് ആ കാറിലിരുന്ന് പറയാണ്, ഈ പിറകിലിരിക്കുന്ന കുട്ടി മഹാരാഷ്ട്രയിൽ നിന്ന് വന്നതാണെന്ന്. നേരത്തെ മാധു പറഞ്ഞതുപോലെ മഹാരാഷ്ട്രയിൽ നിന്ന് പേരമ്മയെ കാണാൻ വേണ്ടി വന്നിട്ട് ശോഭാ സുരേന്ദ്രൻ്റെ കാറിൽ നിന്ന് ഓടിപ്പോയി ഇറങ്ങി പൈസയും കൊടുത്തിട്ട് തിരിച്ച് വീണ്ടും ശോഭാ സുരേന്ദ്രൻ്റെ കാറിൽ കയറി പോകുന്നൊരു കൊച്ചുമോളോ, എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിറകിലിരിക്കുന്ന ഇത് പറഞ്ഞിട്ട് മറന്നുപോയി ശോഭാ സുരേന്ദ്രൻ തന്നെ ശോഭാ സുരേന്ദ്രന് കുരുക്കായി മാറിയതായിരുന്നു ഇന്നിപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിട്ട ആ ശബ്ദ സംഭാഷണം. ഈ കാറിൽ ഈ പിറകിലിരിക്കുന്ന മഹാരാഷ്ട്രയിൽ നിന്ന് വന്നത് അത് ആ കുട്ടി വല്യമ്മയാണ് എന്നാണ് പറയുന്നത്. അതുകൂടി പൊളിഞ്ഞു പോയതാണ് കണ്ടത്. അങ്ങനെ തുടർച്ചയായിട്ട് പൊളിഞ്ഞ് ശോഭാ സുരേന്ദ്രൻ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ആ കോൺഫിഡൻസ് അപാരമാണ്. ആ കോൺഫിഡൻസിലാണ് എനിക്ക് സംശയമുള്ളത്. ആ കോൺഫിഡൻസ് എന്തുകൊണ്ടാണ്? ഇവർക്കെതിരെ ഒരു നടപടിയും വരില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ആണോ? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നോക്കൂ, ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ പ്രേക്ഷകർക്കറിയാമോ, ഇലക്ട്രൽ ബോണ്ട് നിരോധിച്ചതിന് ശേഷവും BJPയുടെ അക്കൗണ്ടിലേക്ക് വന്ന പണം 1200-1300 കോടി രൂപ കഴിഞ്ഞ തവണയും ഈ BJPയുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. മൊത്തം നോക്കിയാൽ 6500-ലധികം കോടി രൂപ ഈ BJPക്ക് കിട്ടിയിട്ടുണ്ട്. അത് മൊത്തത്തിലുള്ള നാഷണൽ പാർട്ടികളുടെ സിംഹഭാഗവും വരും. BJPക്ക് മാത്രം കിട്ടിയ തുക. ഇതെന്തിനാണ് ഈ പൈസ ഉപയോഗിക്കുന്നത്? ഓരോ സംസ്ഥാനങ്ങളിലെയും സർക്കാരുകളെ അട്ടിമറിക്കാൻ വേണ്ടിയാണോ എന്ന സംശയം ബലപ്പെടുകയാണ്. ഇവിടെയാണ് ഇത് കേവലം ആരോപണം മാത്രമല്ല എന്നുള്ളത്. എന്നിട്ട് അതിനെ തന്ത്രപൂർവ്വം വഴിതിരിച്ചു വിടുകയാണ്. ആ ഫോട്ടോ എടുത്ത ചെറുപ്പക്കാരൻ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നാണ്. ഒരു ദൃശ്യവുമില്ല, അങ്ങനെ ഒരു ദൃശ്യത്തിൻ്റെ ഒരു തുമ്പ് പോലുമില്ല. മാത്രമല്ല വളരെ മാന്യമായിട്ടാണ് ചെറുപ്പക്കാരൻ പറയുന്നത് ഇത് ചെയ്യുന്നത് മോശമല്ലേ എന്നുള്ളതാണ്. കാരണം ആ വീഡിയോയിൽ അവരെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ നാളെ പറയും എനിക്ക് സ്ത്രീയുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇതാ കാറിലിരുന്ന് കയ്യോടെ പിടിച്ചതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ അത് പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥയായി തീർന്നത്. ഇതാദ്യമായിട്ടല്ലല്ലോ, പലതവണ നമ്മളിത് കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാവുന്ന അരിയുണ്ടല്ലോ, ഭാരതരി, കേൾക്കുന്നുണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച്. ഭാരതരി തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പാലക്കാട്ടും തൃശ്ശൂരിലും വിതരണം ചെയ്ത ഭാരതരി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഭാരതരി കൊടുക്കുമെന്നായിരുന്നു. പിന്നീട് ഈ ഭാരതരിയെക്കുറിച്ച് നമ്മളാരും കേട്ടിട്ടില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പലയിടങ്ങളിലും പലവ്യഞ്ജനങ്ങളും കിറ്റുകളും കൊടുക്കുന്നു എന്നുള്ളത്, സാരികൾ കൊടുക്കുന്നു എന്നുള്ളത് വോട്ടർമാരെ കളിയാക്കുകയാണിവർ. അതുകൊണ്ട് തന്നെ നാളെ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള എല്ലാ കുൽസിത ബുദ്ധികൾക്കുമെതിരെയുള്ള വിധിയെഴുത്താവണം.
ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കാത്തൊരു പാർട്ടിയുണ്ട് കേട്ടോ, അത് CPM ആണ്. ഒരു തരത്തിലുള്ള പണവും സ്വീകരിച്ചിട്ടില്ല. ഒരു സ്പോൺസർഷിപ്പിൽ നിന്നും അവർ ഈ പണം ഇലക്ട്രൽ ബോണ്ടിലൂടെ അവർ സ്വന്തമാക്കിയിട്ടില്ല. ഇലക്ട്രൽ ബോണ്ടിന്റെ പേരിൽ കൊടുത്ത ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് വഴിവിട്ട നീക്കങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ പറയേണ്ടതുണ്ട്. ആ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ കമ്പനികൾക്കൊക്കെ എങ്ങനെയാണ് ദേശീയപാതയുടെ കോൺട്രാക്റ്റുകൾ കിട്ടുന്നതെന്നും ആ ദേശീയപാതകൾ അവർ നിർമ്മിച്ച സ്ട്രെച്ചുകൾ പൊളിഞ്ഞു വീഴുന്നത് എങ്ങനെയാണെന്നും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ ആണ് നമുക്കിത് മനസ്സിലാവുക. മണി പവറും മസിൽ പവറും മിനിസ്ട്രി പവറും മീഡിയ പവറും കൊണ്ട് വിലക്കെടുക്കപ്പെടുന്ന ഉത്തരേന്ത്യൻ മോഡലിലേക്ക് നമ്മുടെ രാഷ്ട്രീയം വഴിമാറരുത്. വിവേകത്തോടു കൂടി പ്രേക്ഷകർ വോട്ട് രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അത് പച്ചക്കള്ളമായിരുന്നു. ലൈസ്, ഡാം ലൈസ് ആൻഡ് ശോഭാ സുരേന്ദ്രൻ. Meet the editors.